ജെ.കെ.ശ്രീ ന്യൂസ് അവതരിപ്പിക്കുന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ജെ.കെ.ശ്രീ ചാനലിന്റെ നമ്മുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, ആറ്റുകാൽ, ചുറ്റുകുളങ്ങര മുൻ മേൽശാന്തി. ഇന്ന് നവംബർ 10 തിങ്കളാഴ്ച മുതൽ 16 തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം നമുക്ക് എങ്ങനെ എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗവും ചേർന്ന മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ 4-ലും 5-ലും സഞ്ചരിക്കുന്ന സമയമാകയാൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാര്യപരാജയമുണ്ടാകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പ്രതികൂലമായ മാനസിക ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും തളരണ്ട. ആറ്റുകാലമ്മ ഇവിടെയുണ്ട്. അമ്മയ്ക്ക് വഴിപാടുകൾ ചെയ്യുന്നതോടുകൂടി ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. എന്നാലും ബുധൻ 8-ൽ നിൽക്കുന്നതുകൊണ്ട് കാര്യ വിജയത്തെ ഉണ്ടാക്കിത്തരാൻ അത് സഹായിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ആഴ്ച വിജയകരമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. കൃഷ്ണൻ്റെ നാമങ്ങൾ ജപിക്കുക, ബുധനാഴ്ച ദിവസം കൃഷ്ണനെ പോയി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഈ ദോഷത്തെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ കാർത്തികക്കാലും രോഹിണി, മകയിരത്തരയും ചേർന്ന ഇടവക്കൂറുകാരുടെ ഫലമാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ചന്ദ്രൻ അനുകൂലമായ സാഹചര്യത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സിന് സന്തോഷം, ദൂരെ നിന്ന് താമസിക്കുന്നവർക്ക് ബന്ധുസമാഗമം ഉണ്ടാകാനും ഭാര്യയുമായിട്ട് അകന്ന് താമസിക്കുന്നവർക്ക് അനുകൂലമായിട്ട് ചേരാനുള്ള യോഗങ്ങളും ഉണ്ട്. എന്നാൽ കാര്യതടസ്സങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച ചില കാര്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ദുർഗാക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നതോടുകൂടി അതിന് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. ഈ ഗോചര ഫലങ്ങൾ അവരവരുടെ ജാതകത്തിലെ അഷ്ടവർഗം അനുസരിച്ച് ബിന്ദുക്കൾ കൂടുതലുള്ള രാശികളിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് അനുകൂലമായും അല്ലെങ്കിൽ ബിന്ദുക്കൾ കുറഞ്ഞ രാശികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് പ്രതികൂലമായും ഫലങ്ങൾ വരുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഫലങ്ങളിൽ ചെറിയ നേരിയ വ്യത്യാസം ഉണ്ടാകുന്നതാണെങ്കിൽ പോലും പൊതുവെയുള്ള ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. അതിന് ദുർഗാപ്രീതി വരുത്തുന്നതോട് കൂടിയിട്ട് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ശനി അനുകൂലമായിട്ട് ഇക്കൊല്ലം സഞ്ചരിക്കുന്ന സമയമുണ്ട്. ധനപരമായ കേസ് കാര്യങ്ങൾ കൂടി ചില ധനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെയും ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയും ജ്യോതിഷ താന്ത്രിക രംഗത്ത് പ്രഗത്ഭനുമായ ബ്രഹ്മശ്രീ വിഷ്ണു നിലയം വിഷ്ണു നമ്പൂതിരി ജ്യോതിഷ പ്രവചനം നടത്തുന്നു. എല്ലാ ആഴ്ചയും ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ജ്യോതിഷ പ്രവചനം ജെ.കെ.ശ്രീ ന്യൂസിലൂടെ നടത്തുന്നത്. ഏവർക്കും അവരുടെ എല്ലാവിധ ജ്യോതിഷ പ്രശ്നങ്ങൾക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരിഹാരം നേടാൻ കഴിയും.